അവർക്കും കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ താലപ്പൊലിയുടെ ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. അത് കാണാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് 1-ാം ദിനത്തിൽ സംക്രാന്തിക്ക് നടന്ന വെടിക്കെട്ടാണ് നിങ്ങൾ കണ്ടത്, താലപ്പൊലിയുടെ തലേ ദിവസം. ഇത് 1-ാം ദിവസം തൊട്ട് 1-ാം ദിവസം കുടുംബി സമുദായക്കാരുടെ താലപ്പൊലിയാണ് നടക്കുക. അപ്പോൾ അവരിങ്ങനെ തലേ ദിവസം തന്നെ വന്ന് അവരൊരു സ്ഥലത്ത് ഇങ്ങനെ വിരിച്ച് കിടക്കും. പിറ്റേ ദിവസം വെളുപ്പിന് തുടങ്ങി അവർ പൂജകൾ ആരംഭിക്കും. അവരിങ്ങനെ കുന്ന് പോലെ കൂട്ടിയിട്ടിട്ട് അവിലും മലരും ഫ്രൂട്ട്സും പിന്നെ മധുരപലഹാരങ്ങളൊക്കെ ഇങ്ങനെ കുന്ന് പോലെ കൂട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് അതിങ്ങനെ ഓരോരുത്തർക്ക് എറിഞ്ഞു കൊടുക്കും. അത് പൂജ ചെയ്തതിന് ശേഷം ഇവരിങ്ങനെ കുറേ പേര് നൃത്തം ചെയ്യുന്നത് കാണാം. ദേവിയുടെ ചൈതന്യമുള്ളവരായിരിക്കുള്ളൂ, അവരിങ്ങനെ നൃത്തം ചെയ്യും. അത് ചെറിയ കുട്ടികൾ തുടങ്ങി മുതിർന്ന സ്ത്രീകൾ ആണുങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം. സവാസിനി പൂജ എന്നാണ് ഇതിന് പറയുക. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഞാൻ കൊടുങ്ങല്ലൂർ താമസിച്ചപ്പോൾ ആണ് ഇങ്ങനെ ഒരു പൂജ നടക്കുന്നുണ്ട്. രാവിലെ ചെന്നാലേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇക്കൊല്ലം എനിക്കിത് കാണാൻ പറ്റില്ല. ഇതെൻ്റെ ഒരു ഫ്രണ്ട് അയച്ചെന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ പോയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ നമുക്കിങ്ങനെ ഫ്രൂട്ട്സും ലഡുവൊക്കെ ഇങ്ങനെ എറിഞ്ഞു തരും. പിന്നെ ഓരോ അത്തരടുത്ത് വന്ന് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യും. കണ്ട വെളുപ്പിന് നടന്ന പൂജയാണ്. ഇതിങ്ങനെ കുന്ന് പോലെ കൂട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ എല്ലാവർക്കും അവരിങ്ങനെ കൊടുക്കും, പ്രസാദം പോലെ കൊടുക്കും. അവരെന്തൊരു ചടങ്ങായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭരണി ഇപ്പോൾ മലയരയന്മാരിങ്ങനെ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വരുന്നത് പോലെ ഇത് കുടുംബി സമുദായക്കാർക്കും ഇതുമായിട്ട് എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട്. കൂടുതൽ എനിക്ക് ചരിത്രം അറിയില്ല. അപ്പോൾ ഇത് വെളുപ്പിന് നടന്ന പൂജയാണ്. അന്ന് രാവിലെയാണ് ഞാൻ പോയി തൊഴുതത്. ദേവിനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തുനിന്നാണ് തിരക്കുണ്ടായിരുന്നു. എന്നാലും ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടു കേട്ടോ. അത് ഭയങ്കര കൗതുകം തോന്നി എനിക്ക്. ഒരു അച്ഛനും അമ്മയും മക്കളുമാണ്. ഇങ്ങനത്തെ ഒരു ഡാൻസ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ അവരിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കുന്നതാണ്. വളരെ രസകരമായിട്ട് തോന്നി. അവരിങ്ങനെ ഓരോ പ്ലേസിൽ പോയിട്ട് ആൾക്കൂട്ടങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാനത് മുഴുവൻ കാണാനൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 1-ാം താലപ്പൊലി തുടങ്ങി 4 ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പൊലിയാണ് ഇത്. കൊടുങ്ങല്ലൂരിൻ്റെ കലാകാരനായ ഡാവിഞ്ചി സുരേഷ് അണിയിച്ചൊരുക്കിയതാണ് കേട്ടോ. എല്ലാ കൊല്ലം ഉണ്ടാവും തെക്കേ നടയിൽ. ഈ ആമയുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താലപ്പൊലിക്ക് പോകുമ്പോൾ തെക്കേ നടയിൽ ഡാവിഞ്ചി സുരേഷ് എന്തുണ്ടാക്കിയെന്ന് നോക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് പോകും. അത് കുറേ നാളായിട്ട് എൻ്റെ ഓർമ്മ വെച്ചപ്പോൾ തുടങ്ങിയുള്ളൊരു ആചാരമാണത്. ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ താലപ്പൊലി വരാൻ കാത്തിരിക്കും. ഏതെങ്കിലും ഒരു ദിവസം കൊണ്ടുപോവുള്ളൂ. 1-ാം താലപ്പൊലി 4-ാം താലപ്പൊലി കൊണ്ടുപോവേയില്ല. നല്ല തിരക്കാണെന്ന് പറയും. അച്ഛൻ സമ്മതിക്കില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനെ പോയി തുടങ്ങിയത്. അച്ഛനങ്ങനെ ഒറ്റയ്ക്കൊന്നും വിടില്ല. കോളേജിൽ നിന്ന് വരണാണെങ്കിൽ താലപ്പൊലി കഴിക്കാറുണ്ടാവുന്ന പറയുള്ളൂ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളങ്ങനെ ഓടി നടന്ന് എല്ലാവരും എൻജോയ് ചെയ്യാനാണ് എനിക്ക് അത്ഭുതമാണ്. ഞങ്ങളൊന്നും വിട്ടിട്ടില്ല. ഇപ്പം ഹസ്ബൻഡിന് ഒരാ നേരം ഉണ്ടാവില്ല. ഇപ്പം മോനായി തുടങ്ങിയ പിന്നെ അവനെ കൊണ്ടുപോയി. ഇപ്പം ഞങ്ങളെല്ലാ താലപ്പൊലിക്കും പോകാറുണ്ട്. എന്നിട്ട് ഇത് 4 ദിവസങ്ങളിൽ പല ദിവസങ്ങളിലായിട്ട് പകർത്തിയ വീഡിയോ ഉണ്ട്. കുറേ വീഡിയോസ് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്നതാണ്. എല്ലാ ഭാഗവും കവർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഒരാളിങ്ങനെ നന്നായിട്ട് ഹാപ്പിനെസ് മൂഡോടുകൂടി ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും ഇന്നിപ്പോൾ പൂരം കഴിഞ്ഞു. 4-ാം താലപ്പൊലിയുടെ പൂരം കഴിഞ്ഞിട്ട് പടിഞ്ഞാറ് നട ചുറ്റി വടക്കേ നടയിൽ പോയി ദേവിനെ തൊഴുന്നതോട് ഇത് കഴിയും. ഇതോടുകൂടി വെടിക്കെട്ട് ആരംഭിക്കും. നല്ല തിരക്കാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് എനിക്ക് അയച്ചു തന്ന കാർഗിൽ, മഞ്ജുള, അഞ്ജു, കണ്ണൻ ഇവരോടൊക്കെ എൻ്റെ താങ്ക്സ് രേഖപ്പെടുത്തുന്നു. കാരണം ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. 1-ാം താലപ്പൊലിക്ക് മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് ഇവരെ. വീഡിയോ കാണുമ്പോഴൊക്കെ ഞാനത് എൻജോയ് ചെയ്യും. ഇത് 4-ാം ദിവസത്തെ വെടിക്കെട്ടാണ്. വെടിക്കെട്ടൊക്കെ സൂപ്പറാണ്. പക്ഷേ ഇപ്രാവശ്യം നിയന്ത്രണങ്ങളോടുകൂടി നടത്തിയതുകൊണ്ട് കുറച്ച് പകിട്ട് കുറഞ്ഞു എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ കാഴ്ചകളാണ് കേട്ടോ. 4 ദിവസവും കലാപരിപാടി ഉണ്ടാകും. അതുകൂടാതെ ചുറ്റുവട്ടത്ത് കുറേ ഗെയിംസ് ഉണ്ട്. എല്ലാവരൊന്നും എൻ്റെ പകർത്താൻ പറ്റില്ല. ജെയിൻ വീലുണ്ട്, പലതരം ഗെയിംസുകളുണ്ട്. ആകാശത്ത് പറഞ്ഞ കാഴ്ചകൾ ഒരുക്കുന്ന ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റി. കൊടുങ്ങല്ലൂർ എല്ലാവരും വരുമല്ലോ താലപ്പൊലിക്ക്. കുറേ പേരൊക്കെ കാണാൻ പറ്റി. കുറേ പേരൊന്നും കാണാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ ചുറ്റി കറങ്ങി നടക്കുമ്പോൾ ഓരോരുത്തരെ കാണും. അപ്പോൾ ഓരോരുത്തരായിട്ട് സെൽഫി എടുക്കും. അതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എൻ്റെ ഈ താലപ്പൊലി വീഡിയോ കണ്ടിട്ട് താലപ്പൊലി ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണണം. ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് താലപ്പൊലി. ഞങ്ങളുടെ കൊടുങ്ങല്ലൂർക്കാരുടെയും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. നാനാജാതി മതസ്ഥർ വന്ന് കൂടും. എല്ലാവരും, വിശ്വാസമുള്ളവരും ഇല്ലാത്തവർക്കും എല്ലാവരും വരും ഈ ഒരു പ്രോഗ്രാം ആസ്വദിക്കാൻ. അത്ര ഇഷ്ടമാണ്. എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യന് സന്തോഷം നൽകുന്ന എല്ലാ ആഘോഷങ്ങളിലും എല്ലാ മതസ്ഥരും പങ്കെടുക്കണം. എൻ്റെ ഒരു ഇതാണ്. പള്ളിയിലെ ഇതായാലും എവിടെയായാലും ഉത്സവങ്ങളായാലും ഞങ്ങളങ്ങനെ മതേതരത്വത്തിൽ വളർന്നുകൊണ്ടായതുകൊണ്ട് ഞങ്ങളെല്ലാ പ്രോഗ്രാംസിലും പോകും കേട്ടോ. അതുപോലെ എല്ലാവരും പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കണം. വർഗീയതയും എല്ലാവരും കൂടി വരുന്ന കാലത്ത് നമുക്ക് ഈ മതേതരത്വം കൂട്ടിയുറപ്പിക്കാൻ ഇങ്ങനത്തെ ആഘോഷങ്ങൾ വേണം. അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ഇവരിവിടെ കുടിക്ക് സർബത്ത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ കുറച്ച് നേരം നിന്നും തിരക്ക് ഇല്ലാതെ. അപ്പോൾ ഇവരിങ്ങനെ ഭയങ്കര മനോഹരമായിട്ട് കുടിക്ക് സർബത്ത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കുടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ വെള്ളമൊക്കെ നല്ലതാണോ, ഇപ്പോൾ കുറേ അസുഖങ്ങളൊക്കെ നടക്കണമെന്ന് ഞങ്ങളത് കഴിച്ചില്ല. ഞാൻ ഇതുവരെ കുടിക്ക് സർബത്ത് കഴിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ തൊണ്ടയ്ക്കും ചെറിയ പ്രോബ്ലം ഉള്ളത് കാരണം ഇതൊന്നും പരീക്ഷിക്കാനൊന്നുമില്ല. അപ്പം എല്ലാവരെയും കണ്ടുമുട്ടി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കുറേ പേരെ കണ്ടു. അവരൊക്കെ ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ കൂട്ടുകാരിയുടെ മകളാണ്. ഇതെൻ്റെ 10th ഫ്രണ്ട്സാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.